എല്ലാ മലയാളികളോടും, കാശുള്ള മലയാളികളോട്, ഓക്കെ, കാശുള്ളവർക്കാണ് ബെസ്റ്റ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സീനിയർ സിറ്റിസൺ എന്നുള്ള കാറ്റഗറിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് പലർക്കും അറിയില്ല. അതറിയത്തില്ലാതെ ഞാൻ എപ്പോഴും പല വീഡിയോകളും പറയുകയാണ്, ഇതിന് കമ്മീഷൻ ഇല്ല. കമ്മീഷൻ ഇല്ലാത്തൊരു പ്രൊഡക്റ്റിനെ ഒരു ഏജൻറ്റും വന്ന് സർവീസ് ചെയ്യത്തില്ല. അതായത് നമുക്ക് വേണ്ടിയിട്ട് അവരാരും പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്യണമെങ്കിൽ എവിടെ പോകണമെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോവാം, എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ചെയ്യാം, ICICI, HDFC ബാങ്ക്, IDB ബാങ്ക്, എല്ലാ ബാങ്കിലും അവൈലബിൾ ആണ്. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് പറയണം, എനിക്ക് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഫോം തരാൻ പറയണം. അതിൻ്റെ ഫോം വേറെയാ, ബാങ്കിൽ FDയുടെ ഫോം അല്ല. അവർ അപ്പോൾ തന്നെ തരും, നമ്മൾ ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് 30 എന്ന് പറഞ്ഞാൽ 60 lakhs. പിന്നെ 60 lakhs 60 lakhs ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപ വേണം ഇടാം, 10,000 രൂപ വേണം ഇടാം, എത്ര പ്രാവശ്യം ഇടാം. പക്ഷേ ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അതായത് 30 പ്രാവശ്യമായിട്ട് ഇടാം, 1 lakh ഈച്ചായിട്ട്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. 30 lakhs കൂടുതൽ ഇല്ല എന്നുള്ള ഡിക്ലറേഷൻ നമ്മൾ എഴുതി എപ്പോഴും കൊടുക്കുകയും വേണം. അപ്പം ഞാൻ എല്ലാ മലയാളികളോടും, കാശുള്ള മലയാളികളോട്, ഓക്കെ, കാശുള്ളവർക്കാണ് ബെസ്റ്റ്, മലയാളികളോടും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിലാണെങ്കിൽ, ഈവൻ ഈ പേരൻസിൻ്റെ മക്കളുണ്ടല്ലോ, അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പേരൻസിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് പേരൻസിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ടാക്സ് ആർബിട്രാജും എടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ 30 എന്നുള്ള സ്ലാബ് റേറ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. 8.2% ലൈഫ് ലോങ് ഇൻട്രസ്റ്റ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എങ്ങനെ ഞാൻ പറയുന്നു, 5 വർഷം ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും റിന്യൂ ചെയ്യാം, എവറി 3 years.